വയനാട്ടിലെ ദുരന്ത വാർത്തയിലേക്ക് പോകും മുമ്പ് വാർത്താരംഭം എറണാകുളത്ത് നിന്നുള്ള വാർത്തയിലേക്കാണ്. എറണാകുളം നെട്ടൂരിൽ +2 വിദ്യാർത്ഥി തോട്ടിൽ വീണു. മാലിന്യം കളയാൻ പോയപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ തുടരുകയാണ്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഈ തോടിന്റെ ഒരു പശ്ചാത്തലം, അതായത് ആഴമുള്ള തോടാണോ, പ്രത്യേകിച്ച് ഇത് മഴക്കാലം ആണല്ലോ, അങ്ങനെ അപകട സാധ്യതയുള്ളതാണോ? നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമോ? എറണാകുളം നെട്ടൂരിൽ ആണ് +2 വിദ്യാർത്ഥി തോട്ടിൽ വീണത്. മാലിന്യം കളയാൻ എത്തിയപ്പോൾ ആയിരുന്നു ഈ കാൽ വഴുതി തോട്ടിലേക്ക് വീണത്. പോലീസും ഫയർഫോഴ്സും ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇത് ആഴമുള്ള ഒരു തോടാണോ? എന്താണ് ആ തോടിൻ്റെ സ്വഭാവം എന്നത് വ്യക്തമാണോ? കാരണം ഇപ്പോൾ മഴക്കാലം ആണ്. ആ മഴക്കാലത്ത് സാധാരണ വെള്ളം കുറവുള്ള തോടാണ് എങ്കിൽ പോലും അവിടെ വെള്ളം കൂടുതൽ എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മാത്രമല്ല, എപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്നത് സംബന്ധിച്ചൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. നവമി, ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് ഒരു പുഴയാണ്. പുഴയുടെ തീരത്ത് ഈ കുട്ടി ഫുഡ് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബക്കറ്റുമായി ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്താണ് ഈ ഫുഡ് വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ആ പാത്രം കഴുകുന്നതിന് വേണ്ടിയാണ് ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു കാൽ വഴുതി ഈ കുട്ടി പുഴയിലേക്ക് വീണത്. ഉടൻ തന്നെ ഈ കുട്ടിയുടെ മാതാവ് സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ മാതാവ് കുട്ടിക്ക് പിന്നാലെ ഇറങ്ങിയെങ്കിലും കുട്ടി പുഴയിലേക്ക് പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാരെ വിളിക്കുകയും നാട്ടുകാരെല്ലാം ഓടി എത്തി പരിശോധിച്ചുവെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും വിളിച്ചു വരുത്തി. ഇപ്പോഴെന്തായാലും ഈ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. +1 വിദ്യാർത്ഥിയാണ് ഫിദ. നിലമ്പൂർ സ്വദേശികളാണ്. ഇവിടേക്ക് വന്ന് വാടകയ്ക്ക് താമസമായിട്ട് ഏകദേശം 1.5 മാസമായിട്ടേ ഉള്ളൂ. എന്തായാലും വലിയ ദാരുണമായൊരു സംഭവമാണ്. 3 മക്കളിൽ മൂത്ത കുട്ടിയാണ് ഫിദ. ഇപ്പോൾ +1 പഠിക്കുകയാണ്. ഇവിടെയാണ് സ്ഥിരമായി അവർ ആഹാരം, ഈ ഫുഡ് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് അരികിലേക്കാണ് ഇവർ സ്ഥിരമായി എത്തുന്നത്. അതുപോലെ ഇന്ന് രാവിലെ 6:30 കൂടിയാണ് കുട്ടി ഇന്നും ഈ പുഴയിലേക്ക് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ സമയത്താണ്, ഈ പാത്രം കഴുകുന്ന സമയത്താണ് കാൽ വഴുതി ഈ പുഴയിലേക്ക് വീഴുന്നത്. നമ്മൾ കാണാം, നല്ല ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്കൂബ ടീം 6 മണി മുതൽ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഏകദേശം 7:30 മുതൽ ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരേക്കും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ, അമ്മ കാണുകയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് അതിദാരുണമായൊരു കാര്യം കൂടി. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും നല്ല ആഴത്തിലുള്ള ഒരു പുഴ ആയതിനാൽ അധികം ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. ഇതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും ഒക്കെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ആ ഒരു രീതിയിലുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. എത്രയും വേഗം ആ കുട്ടിയെ കിട്ടട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് കാണാം, വഞ്ചിയിലൊക്കെ പോകുന്നവരൊക്കെ ഒരു രീതിയിലൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. ഒരു പുഴയാണ്, ഈ പുഴയിലേക്കാണ് ആഴത്തിലേക്ക് കുട്ടി വീണു പോയിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഴുക്കുള്ള ഒരു പുഴയാണ് എന്നാണ്. നവമി, ദൃശ്യങ്ങളിൽ ഇതൊരു വലിയ പുഴ, നമ്മൾ നേരത്തെ തോട് എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെയല്ല സാഹചര്യമെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. വലിയ പുഴ തന്നെയാണ്. ആ പുഴയിലാണ് കാൽവഴുതി വീണത്. അവിടെ നല്ല ആഴമുള്ള പ്രദേശവും ആണ് എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? അത് തന്നെയാണ്, ഇത് ആഴത്തിലുള്ള ഒരു പുഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിൽ അല്പം ദുർഘടമായി നിൽക്കുന്നതും. എങ്കിൽ പോലും സ്കൂബ ടീം വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിൽ തിരച്ചിൽ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്കൂബ ടീമും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒഴുക്കുള്ളതിനാൽ എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്നുള്ളതിലാണ് ഒരു ആശങ്കയായിട്ട് നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്ത് നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ വിശദമായി ചോദിക്കാം. ചേട്ടാ, ഇത് എന്തായിരുന്നു സംഭവം? നല്ല ആഴമുള്ള ഒരു പുഴയായിട്ടാണ്. ആഴം ഇപ്പൊ ഈ അരിയത്ത് എക്കലൊക്കെ അടിഞ്ഞിരുന്ന ചെളിയാണ്. നമ്മൾ ഇറങ്ങിയാൽ ചെളി താങ്ങും, അരപ്പൊക്കം വെള്ളമുള്ളു. ചെളി താങ്ങും, അരപ്പൊക്കം വെള്ളമുള്ളു. ഇതെന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റില്ല. കൊച്ചൊന്നെങ്കിൽ കമന്നടിച്ച് വന്നിട്ടുണ്ടാവും. കാല് കുത്താൻ പേടിച്ച് ഫ്രണ്ടോട്ട് പോയിട്ടുണ്ടാവും. അടിവലിപ്പും ഒഴുക്കുമേളിൽ ഒഴുക്ക് ഉള്ളതാണ് ഇപ്പോഴൊക്കെ. ഇതെപ്പോഴായിരുന്നു സംഭവം? 6:30 മണി 6:30 ആയിട്ടുണ്ടാവും. സമയം ഓർക്കാനില്ല. ഒച്ച സൗണ്ട് കേട്ടാണ് വന്ന് വെള്ളത്തിൽ ചാടിയത്. അപ്പോൾ വാപ്പ വെള്ളത്തിലുണ്ട്. ഇവിടെ അങ്ങാട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ അവിടം വരെ ഞാൻ ഒരു 200 മീറ്ററോളം നോക്കി. കാണാണ്ട് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. കുട്ടിയുടെ മാതാവ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഒച്ച എടുത്ത് കേട്ട് വെള്ളത്തിൽ പോയെന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് നോക്കി വെള്ളത്തിൽ ചാടി ചെയ്ത്. എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കുറെ ദൂരം നോക്കി കണ്ടില്ല. പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഇത് ആഴമുള്ള ഒരു ആഴം എന്ന് വെച്ചാ ഒഴുക്കുണ്ട്. കാരണം വേമ്പനാട്ടിന്റെ കൈവഴിയാണ്. ഒഴുക്കും വെയിലേറ്റം ഉള്ളതുകൊണ്ട് നല്ല ഒഴുക്കുണ്ടാവും. വലിവനുസരിച്ച് ചിലപ്പോൾ ഒലിവുണ്ടാവും. അഭിലാഷ്, അത് തന്നെയാണ്. ഈ നല്ല ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ അല്പം ദുർഘടമായി നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് നവമി, ഇതൊരു കായലാണ് എന്നാണല്ലേ, വേമ്പനാട് കായൽ എന്ന നിലയിലല്ലേ ആ പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ചെളിയായിരിക്കാമല്ലേ അപകടത്തിന്റെ ഈ കാരണം എന്ന് വേണമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ പ്രദേശവാസി പറഞ്ഞത് അവിടെ ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം. ഈ സൂചിപ്പിക്കുന്ന പോലെ സാധാരണ അതിലേക്ക് ഇറങ്ങിയാൽ മുങ്ങിപ്പോകേണ്ടതല്ല. ഈ കുട്ടിയുടെ ഒരു ഉയരമോ അല്ലെങ്കിൽ ശാരീരിക ഘടനയോ ഒന്നും നമുക്കും അറിയില്ല. അവർ അവിടെ എത്തി തെരച്ചിൽ നടത്തിയിട്ട് സാധാരണ നിലയിൽ പ്രദേശവാസികൾ നടത്തുന്ന ഒരു തെരച്ചിൽ കണ്ടെത്തേണ്ടതാണ്. എന്തായിരിക്കാം കാരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, അതാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഈ ചെളി പൂണ്ട് നിൽക്കുന്നുണ്ട്. ഈ ചെളിയിൽ ഇറങ്ങിയാണ് ഈ കുട്ടി ഇത്തരത്തിൽ പാത്രം കഴുകുന്നതിന് പുഴയുടെ കുറച്ച് അകത്തേക്ക് കടന്നത്. പക്ഷെ അവിടെ ചെളിയിൽ പൂണ്ട് പോയതാണോ അതോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആ കുട്ടിയുടെ ഒരു എങ്ങനെയാണ് അത് വീഴുന്നതാണോ അതോ കാല് ചെളിയിലേക്ക് പൂണ്ടി പിന്നീട് അത് വീണു പോകുന്നതാണോ എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരും എത്തി നിൽക്കുന്നത്. വേമ്പനാട്ട് കായലിന്റെ കൈവഴി കൂടിയാണ് ഈ ഒരു പുഴ ഒഴുകുന്നത്. നമുക്ക് നല്ല ദൃശ്യങ്ങൾ കാണാം. നല്ല ഒഴുക്കുള്ള അടിയൊഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ പ്രാഥമിക ഒരു ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാരൊരു ഇവിടെ ഇറങ്ങി ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരും വന്ന് തിരച്ചിൽ നടത്തുന്നത്. അവരും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവരും ഒരു ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ എവിടെയാണ് ഇത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി ഇപ്പോഴും തുടരുന്നത്. എന്തായാലും എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. +1 വിദ്യാർത്ഥിയാണ് ഫിദ. 1.5 മാസമായതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട്. ഇന്നും രാവിലെ ഇവിടെയാണ് ഇവർ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ഇവിടെയാണ് പാത്രം കഴുകുന്നതിനും മറ്റുമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇന്നും കുട്ടി ആഹാരം വേസ്റ്റ് കളഞ്ഞതിന് ശേഷം പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങി ചെന്നതായിരുന്നു. ഇത് നമുക്ക് തോന്നുന്നത് ഈ പുഴയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെളി അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്. അതിലേക്ക് കാല് വഴുതി കുട്ടി പുഴയിലേക്ക് വീണതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരുമൊക്കെ എത്തി നിൽക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ഒപ്പം നവമി തന്നെ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടേക്ക് താമസം മാറി വന്ന ഒരാൾ അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് എന്നാണ് നവമി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികൾക്ക് ഇവരെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു, അല്ലേ? അതെ അഭിലാഷ്, നിലമ്പൂർ സ്വദേശികളാണ്. 1.5 മാസമായതേ ഉള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട്. 3 കുട്ടികളിൽ മൂത്ത ആളാണ് ഫിദ. ഈ ഒരു പുഴയെക്കുറിച്ചുള്ള ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ പുഴയെക്കുറിച്ചുള്ള വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തതായിരിക്കും. ഇങ്ങനെ അവര് വന്നിട്ട് 2 മാസത്തിന്റെ അടുത്ത ഇവിടെ പണയത്തിന് താമസിക്കാൻ തുടങ്ങി വന്നിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവർക്ക് ഈ സാധാരണ അമ്മയാണ് കൊണ്ടുവന്ന് കളയാറുള്ളത്. എല്ലാ ദിവസവും ഞാൻ മിക്ക ദിവസവും കാണുന്നതാണ്.
പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുവന്നു. ഇന്ന് ആ കൊച്ചാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കാണാതെ ഇപ്പോൾ ഉമ്മ പറയുമെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് ഈ പുഴയെ കുറിച്ച് വലിയ അല്ലാതെ അതിന്റെ ഒരു ആഴത്തെ കുറിച്ചൊന്നും അറിയാം. ആഴത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ പരിസരത്ത് വന്നിട്ട് അതെന്തോ നാളുകളായില്ലല്ലോ. അപ്പോൾ അത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരും. ഇങ്ങോട്ട് വരവൊക്കെ ഒന്നും കുറവാണ്. അഭിലാഷ്, അത് തന്നെയാണ് ഈ കുട്ടിക്ക് ഈ പുഴയുടെ ഒരു ആഴത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ പരിചയമില്ലാത്തതായിരിക്കും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് വീണത് എന്നുള്ളത് കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടി ഇങ്ങനെ പോയി എന്ന് നവമി കേൾക്കാമെങ്കിൽ, അതായത് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് അവിടെ സാധാരണ നിലയിൽ ഇങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാറുണ്ട് എന്ന്. ഇത് ആരും ഒരു ദൃക്സാക്ഷി എന്ന് പറയാനില്ല അല്ലേ? അതായത് കുട്ടിയുടെ കുടുംബമാണോ ഇങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ കൊച്ചു തിരിച്ചു വന്നില്ല എന്ന് പറയുന്നത്? അതെ അഭിലാഷ്, കുട്ടിയുടെ അമ്മയും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരെല്ലാവരും ഇവിടേക്ക് ഓടിക്കൂടുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പരിശോധനയും തിരച്ചിലും ഒക്കെ നടത്തിയത്. കുട്ടിയുടെ അമ്മയാണ് ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത്. അമ്മ ആദ്യം പോയി ഒച്ചെടുത്ത് വാപ്പാനെ വിളിച്ചിരുന്നു. വാപ്പാക്ക് നീന്തൽ അറിയാൻ പാടുന്നു. വാപ്പ കുറെ ഇറങ്ങിയതിന് അപ്പോഴാണ് എൻ്റെ അമ്മ വന്ന് ചാടുന്നത്. അവനെന്താ സംഭവം എന്നറിയാൻ പാടില്ല. വാപ്പ വെള്ളത്തിൽ കിടന്ന് നീന്തലുണ്ട്. അപ്പോൾ അവൻ വന്ന് ചാടി. അവനും കുറേ ദൂരം വരെ പോയി. വെള്ളത്തിൻ്റെ വലിവുകൊണ്ട് അവനും നിൽക്കാൻ പറ്റില്ല, വാപ്പാക്ക് നിൽക്കാൻ പറ്റില്ല. വെള്ളം അതുപോലെയുള്ള വലിവായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങും തപ്പിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ പാലക്കാലുണ്ടല്ലോ, ഈ കുമ്പളം പാലത്തിൻ്റെ ഈ പടിഞ്ഞാറുന്ന രണ്ടാമത്തെ കാലി, ആ സൈഡിലോട്ട് വെള്ളം തോട്ടിൽ നിന്നുള്ള വെള്ളം തള്ളു വരുന്നതും ഇതിൻ്റെ വലിവ് തന്നെ ആ ഭാഗത്തെ വരുള്ളൂ. അതല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ റെയിൽവേ പാലത്തിൻ്റെ മൂല ആ ഭാഗം എവിടെയെങ്കിലും തപ്പിയല്ലോ. അല്ലാതെ ഈ ഇത്രയും ഭാഗം ഇട്ട് അവിടത്ത് കിടന്ന് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളം വലിവ് നിൽക്കില്ല. ഫയർഫോഴ്സായിരിക്കും, അവർക്ക് പോലും നിൽക്കാൻ പറ്റണില്ല അവിടെ, അത്രയും വലിവാണ്. അപ്പം ഈ രണ്ട് ഭാഗവും കേന്ദ്രീകരിച്ച് എന്തെങ്കിലും തരത്തിൽ നടത്തിയെങ്കിൽ കിട്ടും ഇപ്പം. അല്ലെങ്കിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കടലിലോട്ടാണ് പോണത് വെള്ളം. പുഴയുടെ ഒഴുക്ക് ആ ഒരു രീതിയിലാണ്. ഈ റെയിൽവേ പാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ കടലിൻ്റെ ആ ഭാഗത്തോട്ട് അഴിമുഖത്തോട്ട് പോകണം വെള്ളം. അവരെ തിരിഞ്ഞു പോകും. നിങ്ങൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായി താമസിക്കുന്നു? ഞാൻ ഇവിടെ സ്ഥിര താമസക്കാരനാണ്. എൻ്റെ വീട് ആ വീടിന്റെ തൊട്ട് കിഴക്ക് വീടാണ്. അഭിലാഷ്, ഇവർ സ്ഥിര താമസക്കാരാണ്. ഈ പുഴയെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന. എല്ലാ ദിവസവും ഇവിടെ വരുന്ന ആളാണ്. എനിക്കൊരു പോത്തുണ്ട്. പോത്തിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ തെങ്ങ കെട്ടിയിട്ടാണ്. എനിക്കറിയാം ഇവിടുത്തെ വഞ്ചി കൊണ്ടുവന്ന് കയറ്റാൻ വന്നാൽ ആരെങ്കിലും വന്നാലും കയറ്റാൻ പറ്റില്ല. ഞാൻ ആ സഹായിച്ചൊക്കെ കൊടുക്കണം. അതുപോലെ അവിടം വരെ കുറുക്ക ചെളിയാണ്. എനിക്ക് ഈ ചെളി അടഞ്ഞ് ഈ നേരത്തെ ബോട്ടുണ്ടായിരുന്നപ്പോൾ ഒരു ചെളിയില്ല. ഞങ്ങൾ ഇവിടെ കുളിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇപ്പൊ ബോട്ടോട്ടം നിർന്നതോടി ചെളി ഇറങ്ങാറ് വല പോലും ഇറങ്ങാനായിട്ട് നിൽക്കില്ല അവർ. അത്രയും ചെളിയാണ്. ഇത്രയും നാന്നു പോകും. അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ തന്നെ പറയുന്നത് ഈ ചെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം അത്രയേറെ, ഏകദേശം പകുതി ഭാഗത്തോളം മുങ്ങിപ്പോകുന്ന അത്ര വലിയ ചെളിയാണ്. ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഒപ്പം നല്ല ഒഴുക്കുള്ള നല്ല ഒഴുക്കുള്ള ഒരു പ്രദേശമാണ്. നല്ല ഒഴുക്കുള്ള ഇത് തന്നെയാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിനെ അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് അല്പം ഒരു പ്രതിസന്ധിയും ഉണ്ട്. കാരണം അധികം ആഴത്തിലേക്ക് ഇവർക്ക് തിരച്ചിലിനായി പോകാനും കഴിയുന്നില്ല. അത്രയ്ക്ക് ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. എന്തായാലും എത്രയും വേഗം ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവിടേക്ക് അധികം ആരും ഇറങ്ങാറില്ല, ആളുകൾ ഇറങ്ങാറില്ല. കാരണം അത്രയേറെ ചെളിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒഴുക്ക് അത്രയേറെ ഉണ്ടെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ഇവർ പുതിയ താമസക്കാരാണ്. ഈ പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പറ്റിയോ വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു അബദ്ധത്തിൽ ഇതിലേക്ക് ഇറങ്ങുകയും ഈ ചെളിയിലേക്ക് അബദ്ധവശാൽ വീഴുകയും പിന്നീട് ഒഴുകി പോകാനാണ് സാധ്യത എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. മാതാവാണ്. ഈ കുട്ടിയുടെ വീടും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. മാതാവ് അച്ഛനെയും പിന്നീട് നാട്ടുകാരെയും വിളിച്ചുകൂട്ടി നമ്മൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച വ്യക്തിയും ഇവിടേക്ക് ആദ്യഘട്ടമെന്ന്
എന്നോണം ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ നല്ല ആഴമുള്ളതിനാൽ അദ്ദേഹത്തിനും ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ഡൈവേഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരെത്തി ഇപ്പോൾ പരിശോധന തിരച്ചിൽ തുടരുകയാണ്. കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ചെറിയ ഒരു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പെൺകുട്ടിയെ എത്രയും വേഗം കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ പോലീസും ഫയർഫോഴ്സും അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പുഴയുടെ ഒരു ഘടന അല്ലെങ്കിൽ ഇതിന്റെ ഒരു കുത്തൊഴുക്ക് അതാണ് ഇപ്പോഴുള്ള തിരച്ചിലിന് ഒരു പ്രതികൂലമായി നിൽക്കുന്നത്. ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ പറ്റിയോ അറിയാത്തത് തന്നെയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കുട്ടിയെ തള്ളിവിട്ടതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. അഭിലാഷ്, നവമി സൂചിപ്പിക്കുന്ന പോലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. നെട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ തരത്തിൽ, അതായത് കായലിന്റെ സ്വഭാവമാണ് ഇപ്പോഴവിടെ ഉള്ളത്. പക്ഷേ അടിയൊഴുക്ക് ശക്തമായാണ് ഈ ഏരിയയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പുറമേ ശാന്തം എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെയൊക്കെ അടിയൊഴുക്ക് ശക്തമായിട്ടുള്ള പ്രദേശം എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിച്ചത് എന്നത് ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സംശയമുണ്ടാകാം. കാരണം ഈ തീരപ്രദേശത്ത് അധികവും ചെളി അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അകത്തേക്ക് അത് ആ അകത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒഴുക്കിനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത്? ചെളിയിൽ ആണോ അല്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് പരിഭ്രമിച്ചതാണോ, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പോയതാണോ എന്നൊന്നും വ്യക്തതയില്ല. കുട്ടിയെ മിസ്സിംഗ് ആണ് എന്ന കാര്യം രക്ഷിതാക്കൾ ആണ് അറിയിച്ചത്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ആദ്യം തന്നെ ഈ രക്ഷിതാക്കളാണ് തെരച്ചിൽ നടത്തിയത് എന്നാണ് പറയുന്നത്. പ്രദേശവാസികളുടെ പ്രതികരണം തേടിയപ്പോൾ നവമിയോട് ചിലർ പറഞ്ഞത് അവർ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ട് കുട്ടിയെ കാണുന്നില്ല എന്നാണ്. മറ്റു ചിലരുടെ പ്രതികരണം അനുസരിച്ച് കുറച്ചുകൂടി താഴെ ഭാഗത്ത് പരിശോധിക്കണം എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല, അല്ലേ നവമി? റൈറ്റ്, എന്തായാലും നവമി നെട്ടൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്താ ആരംഭത്തിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോഴും ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ അടിയൊഴുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ്. പ്രദേശവാസികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ കുടുംബം എന്താണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ അത്ര പരിചയമുള്ളവരല്ല. ഏതാണ്ട് 2 മാസമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട് എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ്, +2 വിദ്യാർത്ഥിയാണ്. ഫിദ എന്നാണ് കുട്ടിയുടെ പേര് എന്നതാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ന്യൂസ് 18നോടാണ് മന്ത്രിയുടെ പ്രതികരണം. ജനകീയ തെരച്ചിൽ ഞായറാഴ്ചയും തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ 131 ആളുകളെ തേടി ജനകീയ തെരച്ചിൽ രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. 3 മണിക്കൂർ പിന്നിടുമ്പോഴും പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അതോടൊപ്പം ചൂരൽമലയുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് സന്നദ്ധ സംഘടനകളുടെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും NDRFന്റെയും ഒപ്പം ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 190 ആളുകൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട്, പ്രദേശവാസികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ ജനകീയ തെരച്ചിലിന് നേതൃത്വം നൽകാൻ ഇവിടെയുണ്ട്. സ്വാഭാവികമായി ഇത്തരത്തിൽ വലിയൊരു തെരച്ചിൽ, അതായത് ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും 130-ലേറെ ആളുകളെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ തെരച്ചിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി മുണ്ടക്കൈ അതോടൊപ്പം പുഞ്ചിരിമട്ടം ഈ 2 ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് വ്യാപകമായി കാണാതായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതോടൊപ്പം ആശങ്കയായി പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ നിന്ന് 190 പേരെ, അതായത് പ്രദേശവാസികളായ 190 പേരെ ഈ തെരച്ചിലിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ അവരെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം തന്നെ അവരെ നേരിട്ട് ഹസ്തദാനം ചെയ്ത് മുകളിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളാണ്. തീരാവേദനയ്ക്ക് നടുവിലാണ് അവർ ദുരിതബാധിതർ ഈ മേഖലയിലേക്ക്, അതായത് ഈ ദുരന്തം നടന്ന മേഖലയിലേക്ക് വീണ്ടും എത്തുന്നത്. അന്ന് ജീവൻ രക്ഷപ്പെട്ടുകൊണ്ട് ജീവൻ രക്ഷിച്ച ആശ്വാസത്തിൽ ഇവിടെ നിന്ന് യാത്ര പോയവരാണ്. അവർ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ്. അവരുടെ വീടും നാടും എല്ലാം നഷ്ടമായ ജനങ്ങൾ വീണ്ടും തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അയൽവാസികളെ അവർ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി 190 പേരെയാണ് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലയിൽ
190 പേരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വൈകാരികമായ വാക്കുകൾ, വൈകാരികമായ പ്രതികരണം അത് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകാൻ മന്ത്രിമാർ തന്നെ ഇവിടേക്ക് നേരിട്ട് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ഈ ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ തെരച്ചിലിനി മുമ്പോട്ട് നീങ്ങുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മിനിസ്റ്റർ, ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ഈ തെരച്ചിൽ? 11 മണിക്ക് തന്നെ അവസാനിപ്പിക്കുമോ? അതെ, പ്രധാനമന്ത്രി വരുന്നത് കാരണം 24 മണിക്കൂർ മുമ്പ് സെക്യൂരിറ്റി റീസൺസ് കാരണം ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് 11 മണി വരെയും ബാക്കി ഞായറാഴ്ചയും തുടരാൻ. ഒരു കാര്യം കൂടി, ഈ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നമ്മളൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നുണ്ടല്ലോ, അതിൽ പ്രധാനമായി നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. പ്രഖ്യാപിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നിപ്പോൾ കേന്ദ്ര സംഘമായിട്ട് അല്പസമയം കഴിഞ്ഞ ചർച്ചയുണ്ട്. അപ്പോൾ ഞങ്ങളതും അവിടെയും ഒന്നുകൂടി അത് പറയും. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് പോലെ കേന്ദ്ര സംഘം കൂടി ഈ ദുരന്തത്തിന്റെ വിലയിരുത്തലിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും മന്ത്രിസഭാ ഉപസമിതി തന്നെയായിരിക്കും. പ്രധാനമന്ത്രി കൂടി ഇവിടേക്ക് എത്തുന്ന പശ്ചാത്തലത്തിലാണ് 11 മണി കൊണ്ട് ഈ തെരച്ചിൽ ഇന്നത്തേത് അവസാനിപ്പിക്കുന്നതും ഞായറാഴ്ച അത് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും. സ്വാഭാവികമായി ജനകീയമായ ഒരു തെരച്ചിൽ നടത്തുന്നതിലൂടെ കാണാതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് അത്തരമൊരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് രക്ഷാസേനയും അതോടൊപ്പം മന്ത്രിസഭാ ഉപസമിതിയുമൊക്കെ കടന്നിരിക്കുന്നതും. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം ഇന്നത്തെ തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നാളെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല സന്ദർശിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം ആണ് ദുരന്തബാധിത പ്രദേശത്ത് എത്തുകയും ചെയ്യുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ മന്ത്രിയുടെ പ്രതികരണം ഡാൻ നൽകിക്കഴിഞ്ഞു. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അത് ഈ ജനകീയ തെരച്ചിലിൽ ആണോ കണ്ടെത്തിയത്? ഏത് മേഖലയിൽ നിന്നാണ് എന്നതിൽ വ്യക്തതയുണ്ടോ ഡാൻ? അഭിലാഷ്, ഏത് സ്ഥലത്തു നിന്നാണ് ഈ മൃതദേഹം പൂർണ്ണമായി അല്ല, മൃതദേഹ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഏത് സ്ഥലത്ത് നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ മസ്ജിദിന് സമീപത്താണ്. തകർന്നടിഞ്ഞ മസ്ജിദിന്റെ ഇപ്പോഴത്തെ രൂപം ഇതാണ്. ഇതിന് സമീപത്ത് മന്ത്രിമാരുടെ സംഘം, മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, ഈ ജനകീയ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തിരച്ചിൽ ഈ ഇരുവശങ്ങളുമായി പുരോഗമിക്കുകയാണ്. മസ്ജിദിന് വലതുവശത്തുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇടതുവശത്തെ കാഴ്ച അത് വളരെ ഭീകരമാണ്. അതായത് ഉറുമ്പ് തരി കണക്കെ മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം വെള്ളാർമലയുടെ ഈ ജനവാസ മേഖല തുടങ്ങുന്ന സ്ഥലം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും താഴെ ഭാഗം വരെ ഇത് തന്നെയാണ് കാഴ്ച. അവിടെ നിന്ന് ഈ NDRF-ഉം അഗ്നിശമന സേനയും പോലീസും അതിനൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളും അടക്കം ചേർന്നുകൊണ്ടാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അവർക്കൊപ്പമാണ് 190-ലേറെ ആളുകൾ, 190-ലേറെ പ്രദേശവാസികൾ പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ മേഖലകളിൽ നിന്ന് അതിസാഹസികമായി ദൌത്യസംഘം ദുരന്തമുണ്ടായ ദിവസം രാവിലെ ജൂലൈ 30-ന് രാവിലെ രക്ഷപ്പെടുത്തിയവർ ആദ്യമായി ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായി ഈ സ്ഥലത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അവരുടെ അയൽവാസികൾ എവിടെയാണ് പോയി കാണാമറയത്തിരിക്കുന്നത്, അവരെ ഇനി എങ്ങനെ കണ്ടെത്താനാകും എന്ന വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ചോദ്യത്തിന് ഉത്തരം തേടി അവരും ദൌത്യസംഘത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. നമുക്ക് ആ കാഴ്ചകളിൽ വളരെ വ്യക്തമാണ്. കിഴക്കാൻ തൊക്കായ ചെരുവിലൂടെ ആളുകളെല്ലാം മുകളിലേക്ക് കയറുകയാണ്. ചെറിയ സംഘങ്ങളായി 5-6 പേരടങ്ങുന്ന സംഘം. അവർ ആ ഭാഗങ്ങളൊക്കെ വീടിരുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ ഒലിച്ച് അവിടേക്ക് നീങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന യാതൊന്നും ബാക്കി വെച്ചിട്ടില്ല ഉരുൾ. അങ്ങനെ മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ മണ്ണിൽ പുതഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സാഹസികമായി ആ പരിശോധനകളുടെ ഭാഗമാകുന്ന ആളുകളുടെ ദയനീയമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അഭിലാഷ്, ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നാളെ എത്തുകയാണ്. കേന്ദ്ര സംഘമുണ്ട്. ഈ കേന്ദ്ര സംഘവുമായി മന്ത്രിതല ചർച്ചകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കൂടുതൽ ഒരു പക്ഷേ വയനാടിനൊരു പ്രത്യേക പാക്കേജ് പോലെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്രമേൽ വലിയ ദുരന്തമാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. ആ നിലയിൽ സർക്കാർ സംവിധാനങ്ങൾ ഏത് തരത്തിലായിരിക്കും കേന്ദ്രത്തെ സമീപിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അഭിലാഷ്, ഇത്തരമൊരു ദുരന്തം അത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ആ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ള നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായം അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര സംഘം തന്നെ ഈ സ്ഥിതി വിലയിരുത്തുന്നതിന് വേണ്ടി ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് രാവിലെ പ്രത്യേക ഹെലികോപ്റ്ററിൽ എത്തുന്നത്. സ്വാഭാവികമായി പ്രധാനമന്ത്രി കൂടി എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ പാക്കേജ്, ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടി ഉണ്ടാകണം എന്ന വലിയ ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. കാരണം അതില്ലാതെ ഈ ജനതയെ അതിജീവനത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം 100-ലേറെ വാടക വീടുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് റവന്യൂ മന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയെങ്കിലും 750-ലേറെ കുടുംബങ്ങളെ ഈ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് സാഹസികമായ ദൗത്യമാണ്. ആ ദൗത്യം ഈ ഭാഗങ്ങളിൽ ഇനി ജനവാസ മേഖലയെ കരുതാനും കഴിയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം. മഴ കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ വീണ്ടും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലേക്ക് ഈ ഭാഗം കൂടി പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇനി എത്ര കണ്ട് വാസയോഗ്യമാണ് എന്ന കാര്യമൊക്കെ വിദഗ്ധരുടെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ആ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകളോട് ഇനി ഈ താമസ സ്ഥലങ്ങളിലേക്ക് എത്താൻ പറയുന്നതിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾക്ക് പുനരധിവാസം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ മുമ്പിൽ വലിയൊരു കടമ്പയായി തീരുന്നതും അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന ആഗ്രഹം തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നാളെ എത്തുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ആകും എന്നൊരു പ്രതീക്ഷ തന്നെ മന്ത്രിമാർ പങ്കുവെക്കുന്നു. അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം കൂടി സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് വയനാടിന് വേണ്ടി ലഭിച്ചാൽ സഹായഹസ്തങ്ങളുമായി എത്തുന്ന മറ്റുള്ളവർക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന സംഭാവനകൾക്കൊപ്പം കേന്ദ്രത്തിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഈ ജനതയെ ചേർത്ത് പിടിക്കാൻ അത് വലിയൊരു കൈത്താങ്ങായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാരുള്ളത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. പ്രത്യേകിച്ച് കേന്ദ്ര സംഘം കൂടി എത്തുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ വിലയിരുത്തുന്നു. ജനകീയ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ദിവസമാണ് ഈ സ്വമേധയാ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയൊരു നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും കേരളവും കേരള ജനതയും. ഇതിനെ തുടർന്ന് ഇന്നലെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളിലും ഒപ്പം മറ്റ് കോടതിക്ക് ലഭിച്ച കത്തുകളിൽ നിന്നുമൊക്കെയാണ് സ്വമേധയാ കേസെടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. എന്തായാലും സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇനി ഇത്തരത്തിലൊരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം, ഒപ്പം ഇനി ഏതെങ്കിലും വിധത്തിലുള്ള നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തി അതിനു വേണ്ടിയിട്ടുള്ള ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ കഴിയും എന്നതിനൊരു വിശദീകരണമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. എന്തായാലും ഈ ഉരുൾപൊട്ടലിനെ പുറമെ ഈ പ്രകൃതി ദുരന്തങ്ങളായ പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മണ്ണിടിച്ചിലായിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ എങ്ങനെ ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാം, അവരുടെ ജീവൻ രക്ഷിക്കാം എന്നത് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചത്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി MB രാജേഷ് ഉൾപ്പെടെ MB രാജേഷ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഈ AI സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കാലാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനം സ്വമേധയാ ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കും. നിലവിലെ ഭൂപ്രകൃതിയിലടക്കമുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം സാധ്യതകളാണ് തേടുന്നത് എന്ന് മന്ത്രി പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ എത്തിക്കുന്നതും സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം അവ സംസ്കരിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. പുത്തുമലയിൽ 38 മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി സജ്ജീകരിച്ച സ്ഥലത്ത് ഇതിനോടകം 228 പേരുടെ ശവകുടീരങ്ങൾ ആണ് ഉയർന്നത്. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി മാറുകയാണ്
പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നുള്ള ഈ കാഴ്ചകൾ. 228 പേരുടെ മൃതദേഹങ്ങളാണ് 10 ദിവസത്തിനിടയിൽ ഈ പ്ലാന്റേഷന്റെ മുകളിലും താഴെയുമായി ഇതിനോടകം സംസ്കരിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ മാത്രം 186 പൂർണ്ണ മൃതദേഹങ്ങൾ 42. ഈ കണക്കുകൾ ഓരോ ദിവസവും ഉയർന്നു തന്നെ വരികയാണ്. കഴിഞ്ഞ 4-ാം തീയതി വൈകിട്ടാണ് ആദ്യമായി 8 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ എത്തിക്കുന്നത്. 65 സെന്റ് സ്ഥലത്ത് 38 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു ആദ്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ എടുത്ത തീരുമാനം. പക്ഷേ പിന്നീട് കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങിയതോടെ ഇതേ സ്ഥലത്ത് തന്നെ മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു തീരുമാനം പിന്നീട് കൈക്കൊള്ളുകയായിരുന്നു. ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ആരുടെയും കരളലിയിപ്പിക്കും. പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 5 വർഷം പിന്നിടുന്ന അതേ ദിനത്തിൽ പുത്തുമലയുടെ മറുഭാഗത്തു നിന്നുള്ള കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. 228 പേരുടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ജീർണിച്ചു പോയ മൃതദേഹങ്ങൾക്കാണ് എല്ലാ ആദരവും നൽകിക്കൊണ്ട് പോലീസിന്റെയും മതമൈത്രിയുടെ പ്രതീകമായി വിവിധ വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട ആചാര്യന്മാരുടെയും എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ സംസ്കരിച്ചിരിക്കുന്നത്. പേരും വീടും ഒന്നും അറിയത്തില്ലാത്തതിനാൽ ഈ കാണുന്ന സർവേ കല്ലുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്പറുകളിലായിരിക്കും ഇവർ ഇനിയങ്ങ് അറിയപ്പെടുക. ഈ ദുരന്തത്തിന്റെ മഹാദുരന്തത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. ക്യാമറമാൻ പ്രജിത് കാങ്ങൂടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം വികസന പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് മന്ത്രി എം പി രാജേഷ്. പക്ഷേ കേരയിൽ അടക്കമുള്ള പദ്ധതികളിൽ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ എല്ലാം പൂർത്തിയാക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ല. കാലാവസ്ഥയെ പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി ന്യൂസ് 18 Q18 പറഞ്ഞു. പരിസ്ഥിതി മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളയിൽ പ്രതിഷേധമൊക്കെ നടത്തിയതെന്ന് ഈ സമയത്ത് പോലും പ്രതിപക്ഷം കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട്. അത് സർക്കാർ എങ്ങനെ കാണുന്നുണ്ട്? കേരളിന്റെ സാധ്യതയും വെല്ലുവിളിയൊക്കെ അത് ഈ ഒരു ഘട്ടത്തിൽ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ കേരളയിലല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് വികസന പദ്ധതികൾ ഉപേക്ഷിക്കുക എന്നതല്ല, ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് പറയും, അതല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ദുരന്തമുണ്ടായി, ഇനിയൊന്നും വേണ്ട, അങ്ങനെയല്ല. നമ്മൾ ദുരന്തത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? ഒരു ശാസ്ത്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ശാസ്ത്രീയ സമീപനം ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും പുലർത്തുന്നുണ്ട്, അത് തുടർന്നും ഉണ്ടായിരിക്കും. അടിമുടി ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനമായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ശാസ്ത്രത്തിൻ്റെ അറിവുകളൊക്കെ ലഭ്യമാണല്ലോ, ആ അറിവുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും ഇത്തരം പഠനങ്ങളില്ലാതെ നടപ്പാക്കാനാവില്ല. അപ്പം അതുകൊണ്ട് ഈ പദ്ധതികൾ ആകെ ഉപേക്ഷിക്കണം എന്ന വാദം അത് വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. ഇപ്പോൾ തന്നെ ഏത് പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഇത്തരം പഠനങ്ങൾ അനിവാര്യമാണ്, ക്ലിയറൻസസ് അനിവാര്യമാണ്. ഒരു ക്ലിയറൻസും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാനാവില്ലല്ലോ. ഇടവേള. ഫോഗട്ട് ഏതായാലും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പാരീസിൽ പുറത്തെടുക്കുന്നു. പക്ഷേ അത്തരം ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തിട്ട് പോലും നിർഭാഗ്യം കൊണ്ട് മാത്രം അവർക്ക് ആ ടൂർണമെൻറ്റിൽ നിന്ന് മെഡൽ ഉറപ്പിച്ച് നിൽക്കുക, ഏറ്റവും ചുരുങ്ങിയതൊരു വെള്ളി മെഡലെങ്കിലും ഉറപ്പിച്ച് നിൽക്കുക അവർക്ക് 100 ഗ്രാം ഭാരം കൂടി എന്നതിൻ്റെ പേരിൽ അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് ആലോചിച്ചെടുത്ത തീരുമാനമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ, അത് വൈകാരികമാകാനുള്ള സാധ്യത ഇല്ല. ഏതായാലും അത്തരമൊരു പ്രഖ്യാപനം ഇപ്പോൾ വിനേഷ് ഫോഗട്ട് നടത്തിയിരിക്കുന്നു. ഗുസ്തി ജയിച്ചിരിക്കുന്നു, താൻ തോറ്റു. ആ പ്രയോഗത്തിന് തന്നെ വലിയ അർത്ഥങ്ങളുണ്ട്. ഏതായാലും അത്തരമൊരു പ്രഖ്യാപനം വിനേഷ് നടത്തുമ്പോൾ വിനേഷിന് വലിയ പിന്തുണ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉറപ്പുള്ളത് കവളപ്പാറയുടെ ബാക്കി. കവളപ്പാറ ദുരന്തത്തിൽ മരണം അടഞ്ഞവരിൽ 59 പേരിൽ 48 പേരുടെ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു.
മേഖലയിലെ വീടുകളെയും അവിടെ ഉണ്ടായിരുന്നവരെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന നാട്ടുകാർ തെരച്ചിൽ ദൗത്യത്തിൽ സജീവം ആയതുകൊണ്ടുകൂടിയാണ് ഇത് സാധ്യമായത്. ആ തെരച്ചിൽ ദൗത്യം ഇന്നും ഇവർക്ക് പൊള്ളിക്കുന്ന ഒരനുഭവമാണ്, ഓർമ്മയാണ്. നിലമ്പൂർ കവളപ്പാറ ഭൂതാനത്ത് മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയ ദുരന്തത്തിന് 5 വർഷം തികയാൻ പോവുകയാണ്. ആ ഒരു കാഴ്ചകളും അന്നത്തെ ദൃശ്യങ്ങളൊന്നും ആർക്കും മറക്കാനാകില്ല. പക്ഷേ ആ ഒരു കാലത്ത് ഈ മണ്ണിലകപ്പെട്ട 48 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഈ പ്രദേശവാസികളുടെ സജീവമായിട്ടുള്ള ഇടപെടൽ കൊണ്ടായിരുന്നു. അന്ന് ആ ദൗത്യത്തിനൊക്കെ എപ്പോഴും കൂടെ നിന്ന് സജീവമായി നിന്നിരുന്ന ശ്രീ രാജേഷ് പവനിക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഓരോ വർഷവും നമ്മൾ പങ്കുവെക്കുന്നതാണ് ഈ ഒരു ഓർമ്മകളും ഇതൊക്കെ. എത്ര കാലം കഴിഞ്ഞാലും മനസ്സിന്നത് മാറും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ ഒരു പ്രദേശം ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എന്താ ആദ്യം തോന്നുന്നത്? ഇത് ഞങ്ങൾക്ക് മനസ്സിലെന്നും എപ്പോഴും എല്ലാ ദിവസവും ഓർമ്മിക്കുകയാണ്. നമ്മൾ ഈ മണ്ണിടിഞ്ഞതും എല്ലാ ദിവസവും ഞങ്ങൾ ഇതിന് മുന്നിൽ കൂടെ തന്നെ കടന്നു പോകുന്നു എല്ലാ ദിവസവും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കും. ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടായ സംഭവങ്ങളെ വെച്ചിട്ട് ഇപ്പോൾ അർജുൻ്റെ സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ വിഷയങ്ങൾ വെച്ചിട്ടാണ് അതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഭീകരത ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ എത്രമാത്രം അത് ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞങ്ങളത് അനുഭവിച്ച് കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് അതേപോലെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആ അതിൻ്റെ ഇതൊന്നും ഞങ്ങൾക്ക് എടുത്ത് നോക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കുകയായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഓരോ കൊല്ലവും ഈ എന്തെങ്കിലും സംഭവങ്ങളുള്ള മണ്ണിടിച്ചിലെ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഈ അന്ന് ഞാൻ എന്തും ചോദിക്കുന്നതാണ്. രാജേഷ് ഏട്ടനാണ് എനിക്ക് ആദ്യത്തെ ഓർമ്മയുണ്ട്. 2ാം ദിവസം ഇവിടെ രക്ഷാപ്രവർത്തനം വന്നപ്പോൾ ഒരു കടലാസിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ചിത്രം വരച്ച് വീടുകൾ ഇതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചിരുന്നത്. ആ ഒരു മാപ്പ് വെച്ചിട്ടാണ് അന്ന് ഫയർഫോഴ്സ് ആയിക്കോട്ടെ ഇവരൊക്കെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും കൃത്യമായി ഈ തെരച്ചിൽ നടത്തിയതും. ശരിക്കും അന്നത്തെ ഒരു വലിയ വെല്ലുവിളി എന്തായിരുന്നു? അന്നത്തെ വെല്ലുവിളി നമുക്ക് നിന്നോടത്തുനിന്ന് പെരകൾ മാറിപ്പോയിട്ടുണ്ട്, ആൾക്കാർ വേറെ സ്ഥലങ്ങളിലേക്ക് ഒഴുകി നീങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ഈ ഭൂമികാട്ടിനെ ശരിക്കും അറിയായിരുന്നു. അപ്പം മണ്ണൊഴുകി വന്ന ഡയറക്ഷൻ നോക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒഴുകി നീങ്ങിയത് പോലെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചു തന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബാക്കി 11 ബോഡിയും എവിടെയാണ് ഡെപ്പോസിറ്റ് ആയേക്കെന്ന് അറിയാം. പക്ഷെ നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അത് മണ്ണിൽ അത്രയും ഡെപ്തായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങി അവിടെ നിന്ന് എടുക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ആ സറൗണ്ടിങ്ങിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും മണ്ണ് നീങ്ങിയത് എങ്ങനെ, അതിൻ്റെ ഓരോ പ്രാവശ്യം മാന്തുമ്പോഴും അതിൻ്റെ അടിഭാഗത്ത് എത്രമാത്രം ക്ലിയർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം മണ്ണ് ഒലിച്ചു പോയി, എത്രമാത്രം മണ്ണ് മുകളിൽ നിന്ന് വന്നു, ഇതൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് പ്രദേശവാസി എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ നിലവാരം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞുകൊണ്ട് എളുപ്പം ഞങ്ങൾക്ക് എൻ്റെ ബോഡി ഡെക്കർ ചെയ്യണം. ഈ 11 പേര് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ എവിടെയോ ആയിട്ടുണ്ട്. അന്ന് തിരച്ചിൽ നിർത്താൻ നിങ്ങൾ സമ്മതിച്ചിരുന്നില്ല നാട്ടുകാരൊന്നും. ഏത് സാഹചര്യത്തിലായിരുന്നു നിർത്തേണ്ടി വന്നത്? ഒരു സമയപരിധി കഴിഞ്ഞതുകൊണ്ടാണ്? എന്തായിരുന്നു അന്ന് സർക്കാർ നിങ്ങളോട് പറഞ്ഞത്? അത് ഒന്ന് നമ്മൾ 20 ദിവസം കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് തന്നെ ബോധ്യമായി അവിടെ ചെന്ന് നമുക്ക് ബോഡി റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്ന് ശരിക്കും ബോധ്യമായി. കാരണം അത്രമാത്രം ചെളി പോലെ നിന്നിട്ട് 2-3 പ്രാവശ്യം വാഹനം ഇറങ്ങി ചെന്ന് അതിനുള്ളിൽ കുടുങ്ങി വാഹനം തിരിച്ചു കയറി വന്നു. പിന്നെ അതിൻ്റെ അത്രയും ഡെപ്തിൽ മണ്ണ് കിടക്കാണ്. ഒരു 15 മീറ്ററോളം അടിയിലാണ് ബോഡി നിൽക്കുന്നത്. ലാസ്റ്റ് അനീഷിന്റെ ബോഡി കിട്ടുമ്പോഴത്തേനും നമുക്ക് അത്രയും ഡെപ്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ബോഡികൾ നിന്ന് ആൾക്കാരും വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ അടിയിലേക്ക് അഞ്ഞും പോകുന്നത്. പിന്നെ അത്രയും വെള്ളം വന്ന് കിടക്കുന്നു, ഇങ്ങനെ ചെളിപ്പാടം പോലെ കിടക്കുന്നു. വണ്ടി യാതൊരു കാരണവശാലും വർക്ക് ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ നമുക്ക് ഒരു നിവൃത്തിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളതൊന്ന് നിർത്താം നമുക്ക് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയൊരു സങ്കടം രാജേഷേട്ടനോട് പറഞ്ഞത്, എന്നും കാണുന്ന ആൾക്കാർ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. പലരുടെയും വളയുടെ അടയാളത്തിലൊക്കെയാണ് ഡ്രസ്സിൻ്റെ തുണിയുടെ നിറം ഒക്കെ കണ്ടാണ് തിരിച്ചറിയുന്നത്. അവസാനമായപ്പോഴേക്കും അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരുന്നു. തീർച്ചയായിട്ടും അനീഷിന്റെ ബോഡി ഞങ്ങൾ എടുക്കുന്ന അനീഷിന്റെ ഡ്രസ്സും ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഡ്രസ്സാണ്. അവന്റെ ഒരു കാവ്യം മുണ്ടും ആ ഡ്രസ്സും അത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു മനസ്സിൽ ആ ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ അവസാനം അനീഷിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഡ്രസ്സും ആ മുണ്ടും അത് അതേപടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അങ്ങനെ ഓരോ ആൾക്കാരും നമ്മൾ കാണാൻ കഴിയില്ല. അന്നത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, മുഖമൊക്കെ മാറിക്കഴിഞ്ഞു, മൊത്തം നമുക്ക് ഒരു ഇതിലാണ്ടായി മാറിപ്പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ബോഡിയിൽ ആപ്പഴം അവശേഷിക്കുന്ന ഡ്രസ്സുകൾ കാര്യങ്ങൾ വെച്ചുമാണ് നമ്മൾ ഓരോ ആൾക്കാരും ഐഡന്റിഫൈ ചെയ്തത്. അത് നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിനായിരിക്കും എന്നുള്ള ഏകദേശം ധാരണയുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി കാണുന്നുള്ളതുകൊണ്ട് അപ്പൊ അനീഷിനെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നത്. അപ്പൊ അനീഷിന്റെ ഒരു കാവ്യമുണ്ടും ഒരു ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ആ ഷർട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ധരിച്ചിരുന്ന അത് വെച്ച് തന്നെ അനീഷ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത്. അത് വലിയൊരു വേദനയായിരുന്നല്ലോ നമ്മൾ എന്നും കാണുന്നവരെ. തീർച്ചയായിട്ടും നമുക്ക്
അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ ഇനി മുന്നോട്ട് വരുമ്പോഴും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് നമുക്കൊരു വേദനയായിട്ട് എന്ന് നിലനിൽക്കും. 5 വർഷത്തിനിപ്പുറം എന്തൊരു കാട് പോലെ ആയി കാണുന്നു. കാട് ആയിക്കഴിഞ്ഞു. കാട് ആനകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് കൃഷി ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഇത് ഇന്ന് വരെ അത് എന്താ ചെയ്യേണ്ടതെന്നൊരു പ്ലാനും പദ്ധതി ആക്കിയിട്ടില്ല. അപ്പോൾ അത് കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആർക്കും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആനകൾ സ്ഥിരം കഴിഞ്ഞ ദിവസം ആന വന്ന് കോട്ടയ്ക്കെടുത്ത് ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് ആനകൾ വന്നിറങ്ങുന്നുണ്ട്. പന്നികളുടെ ശല്യം അതിനേക്കാളും കൂടുതൽ. അപ്പം ഇതിനെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തരംതിരിച്ചിട്ട് ഓരോരുത്തരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും കൃഷി ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അതാണ് പ്രതീക്ഷ. ആണെങ്കിലും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ? തീർച്ചയായും ഒരിക്കലും ആവർത്തിക്കാണ്ടിരിക്കട്ടെ. കാരണം അത്രയും വേദനാജനകമാണ്. നമുക്കത് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. ഇത് പിന്നെ ചില കാര്യങ്ങൾ നടന്നു പോവുകയാണ്, ഒരു രക്ഷയില്ല. രാജേഷിന് അത്രമാത്രം ഓർമ്മകളുണ്ട്. കാര്യം ആ ദിവസങ്ങളിൽ ഇത്രമാത്രം ഇടപഴകിയിരുന്നു ഈ ഒരു മേഖലയുമായിട്ടും ഇവിടുത്തുകാരുമായിട്ടും ഒക്കെ. രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നാട്ടുകാരിൽ ഒരാൾ കൂടിയാണ് രാജേഷ്. അതുകൊണ്ട് രാജേഷിന്റെ ഓർമ്മകൾ അത്രമാത്രം വേദന നിറഞ്ഞതാണ്. ഈ ഒരു കവളപ്പാറ ദുരന്തം മനസ്സിൽ മായാതെ കിടക്കുന്ന പലരിൽ ഒരാളാണ് രാജേഷ്. അഖിലോട്ട് പറയ്ക്കൊപ്പം സിബി അനുമോദ്, ന്യൂസ് 18. ദുരന്തം നടന്ന 5 വർഷമാകുമ്പോഴും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. അപകടം നടന്ന ഇടവും ഈ ഭൂമിക്കടുത്തുള്ള പ്രദേശങ്ങളും ഇപ്പോഴും ഒന്നും ചെയ്യാനാകാതെ കിടക്കുകയാണ്. ദുരന്തത്തിനു മുമ്പ് റബ്ബറും മറ്റ് കൃഷിവിളകളും എല്ലാം മികച്ച വരുമാനം ഇവർക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഇത് ശാപഭൂമി പോലെ ആണ്. സർക്കാർ പ്രദേശം കൃഷിയോഗ്യമാക്കി തരികയോ ഏറ്റെടുക്കുകയോ വേണം എന്ന് ആവശ്യം സ്ഥല ഉടമകൾക്കുണ്ട്. പലതവണ അപേക്ഷ നൽകിയിട്ടും സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നാണ് ഇവരുടെ പരാതി. ഞാൻ നിൽക്കുന്നത് കവളപ്പാറ ഭൂദാനത്താണ്. എനിക്ക് പിന്നിലാണ് ഈ അന്ന് 2019 ഇടിഞ്ഞിറങ്ങിയ മുത്തപ്പൻ കുന്ന്. ഇന്നിപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ മൺകൂനകൾ ഒരു കുന്നുകളെ പോലെ തോന്നുന്ന തരത്തിലേക്ക് ഈ ഒരു മേഖല ഒന്നാകെ മാറി. വന്യജീവികളുടെ ശല്യം ഇവിടെ രൂക്ഷമായിട്ടാണ്. ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നൊരവസ്ഥ. ഈ ഒരു മണ്ണ് ആ ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൂനയായി കൂട്ടിയിട്ടതാണ്. അതിനുശേഷം ഒന്നും തന്നെ ഇവിടുത്തുകാർക്ക് ഇവിടെ ചെയ്യാനോ ആകുന്നില്ല, ഈ മണ്ണ് ഉപയോഗിക്കാനോ ആകുന്നില്ല. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് ബാലകൃഷ്ണേട്ടനാണ്. ബാലകൃഷ്ണേട്ടൻ്റെ ഭൂമിയുടെ ഒരു ഭാഗത്തിലൂടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ ഒരു ഭൂമി ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണുള്ളത് അല്ലേ? അതെ, ഞാൻ 2023 മെയ് മാസം 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് പോയി ഈ ഭൂമി കൃഷിയോഗ്യമാക്കി തരികയോ അല്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കർഷകരെ പരിഗണിക്കുകയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ പോത്തുകല്ലിൽ കൂടി പോകുന്ന മലയോര പാത വയനാട്ടിലേക്ക് എത്തും. ആ വയനാട്ടിലേക്കുള്ള മലയോര പാത ശരിയാവണമെങ്കിൽ വയനാട്ടിലേക്ക് എത്തണമെങ്കിൽ 30 കിലോമീറ്ററോളം ദൂരം അത്രയും സ്ഥലത്ത് കാട് വെട്ടണം. അപ്പൊ കാട് വെട്ടുന്നതിന് ഫോറസ്റ്റിന് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഫോറസ്റ്റിന് വനം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കൊടുക്കാമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. പകരം ഭൂമിയായിട്ട് അത് വെക്കാം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അത് പ്രായോഗികമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ PA സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ കൊടുത്തത് ഫെബ്രുവരി മാസം 23-ാം തീയതി ഞങ്ങൾ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ദുരന്ത നിവാരണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തും ശേഖർ കുര്യാക്കോസ് സാറിന്റെ അടുത്തും പോയിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ മലപ്പുറത്തെ ദുരന്ത നിവാരണ സമിതിയുടെ ഓഫീസിൽ ചെന്ന് ഇതിന്റെ എന്തെല്ലാം ആയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. സർക്കാർ തീരുമാനം എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടന്റെ എത്ര ഏക്കർ ഭൂമിയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ നഷ്ടമായത്? 1 ഏക്കർ 20 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. അതിൽ 60 സെന്റ് പോയി. 116 റബ്ബർ മരം നിൽക്കുന്നുണ്ട്. 116 റബ്ബർ മരം പോയി. കറക്റ്റും അത്രയും 9 വർഷമായ റബ്ബറായിരുന്നു. നഷ്ടപരിഹാരം 30,000 വെട്ടി മാറ്റി ഒഴിവാക്കുന്നതിന് മാത്രം 30,000 രൂപയാണ് അന്ന് തന്നിട്ടുള്ളത്. വേറെ ഒന്നും തന്നിട്ടില്ല. ഭൂമിക്കൊന്നും കിട്ടിയിട്ടില്ല. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും ആവശ്യമായ പരിഗണന സർക്കാർ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അതിന് സമ്മതിക്കുന്നില്ല എന്ന ഒരു സ്വന്തം നിലയിൽ ചെയ്യാൻ അതിലേക്ക് യന്ത്രങ്ങൾ കയറ്റാൻ പാടില്ല എന്നാണ് അന്ന് ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞു. യന്ത്രങ്ങൾ കയറ്റാൻ അനുമതി വേണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. യന്ത്രമില്ലാതെ ഇത്രയും മണ്ണ് മാറ്റി നമുക്ക് കൃഷിയോഗ്യമാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കൂന കൂടി കിടക്കുന്നത് കാരണം. മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഉണ്ടോ? മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഈ ഭാഗത്തില്ല. ഇനി ഇടിയാൻ പോകുന്നത് തുടിമുട്ടി ഭാഗത്ത്, ഈ മലേന്റെ കിഴക്ക് ഭാഗത്ത് കഴിഞ്ഞ വർഷം അവിടെ നിന്നുള്ള ആളുകളേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അപ്പൊ വീണ്ടും അവിടെ വിള്ളലിന്റെ അതിന്റെ അടിയിൽ കൂടെ ഇതുപോലെ ചോല വന്നിട്ട് മണ്ണൊക്കെ ഒലിച്ചു പോവുകയാണ്. അപ്പൊ ഭൂമി താഴ്ന്ന് വിള്ളലുള്ള സാധ്യത ഉണ്ട്, ആശങ്ക ഉണ്ട്.
എല്ലാ വർഷവും അവിടുന്ന് ഇങ്ങനെ ആളുകളെ മാറ്റുന്നുണ്ട്. ഈ 5 വർഷത്തിനിപ്പുറം ഇവിടെ നിൽക്കുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ഇവിടെ ആനകളൊക്കെ വരുന്ന ഒരു അവസ്ഥയ്ക്ക് സാഹചര്യം 40 വർഷം മുമ്പ് ഇവിടെ കുടിയേറിയ ആൾക്കാരെ ഞങ്ങൾ കൊടശ്ശേരിയിൽ നിന്ന്. അന്നൊന്നും ആനയില്ലായിരുന്നു. ഞങ്ങൾ വനാതിർത്തിയിൽ നെല്ലുണ്ടാക്കിയിരുന്നു, കപ്പ ഉണ്ടാക്കിയിരുന്നു. അന്നൊന്നും ആന വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ വനാതിർത്തിയും വിട്ട് ഏകദേശം 3/4 കിലോമീറ്ററിലധികം അപ്പുറത്ത് ഞങ്ങളുടെ ഈ പറമ്പിൽ ഇപ്പൊ ആന വരുന്നു. എല്ലാ ദിവസവും വരികയാണ്. അപ്പോൾ അന്ന് ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ആ സാറിനോട് ഒന്ന് പറഞ്ഞു, പകലിൽ കാണുന്ന പോലെയല്ല സാറേ, സന്ധ്യ കഴിഞ്ഞാൽ അപ്പം ആന വരും ഇവിടെ എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ വന്നാൽ സാറിന് വീണ്ടും കാണാൻ കഴിയും. മലയേട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരും പരിചയക്കാരും ഒക്കെ ആയിരുന്നു ഇവിടെയൊക്കെ താമസിച്ചിരുന്നത്. അതെ, ഈ ഇവിടെയൊക്കെ വീടുകളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എത്രമാത്രം വിഷമമുണ്ട് ഈ ഓർമ്മകളൊക്കെ? വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഇവിടെ. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീധരന്റെ വീടായിരുന്നു. ഇപ്പം നമ്മൾ ഈ തൊട്ട് നിൽക്കുന്നതിന്റെ 10 അടി അപ്പുറത്ത്. എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും പ്രിയപ്പെട്ട ആളുകളായിരുന്നു. നിർധനരായിരുന്നു, ആദിവാസികളായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് എവിടെയും പോയി ജീവിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇപ്പൊ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും വ്യവസായികളും ഒക്കെ കൊടുത്തതുകൊണ്ട് മാത്രം കവളപ്പാറയുള്ള കുറച്ച് ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തൊഴിലില്ല. ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ കഴിയില്ലാച്ചാൽ മറ്റു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. ടൗണ് പോലെയല്ല, ഒരു തൊഴിൽ കിട്ടാൻ മറ്റൊരു തൊഴിൽ കിട്ടാൻ ഒരു സാധ്യതയും നമ്മളുടെ ഈ പ്രദേശത്തില്ല. പുനരധിവാസം മാത്രമാണ് നടപ്പായിട്ടുള്ളത്. പുനരധിവാസം മാത്രമേ നടപ്പായിട്ടുള്ളൂ. ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു ഭൂമി പഴയ പോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മാറ്റി തരണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു അഭ്യർത്ഥന. അതെ, 100ഓളം കർഷകരുണ്ട്, 100-ലധികം കർഷകരുണ്ട്. മാറ്റി താമസിപ്പിച്ച വീട് പോയ 5 സെന്റും 10 സെന്റും ഉള്ള ആളുകളും വീടില്ലാത്ത ആളുകളെയും മാത്രമാണ്. കൃഷിക്കാരെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല 6 വർഷമായിട്ടും. അതുകൊണ്ട് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങളും സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ സഹായിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണം. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ കൃഷി ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാം, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും, അതിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ 3 രംഗത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കവളപ്പാറയിലെ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടാക്കിയതിന്റെ ആ ഒരു പ്രത്യാഘാതം അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആ ദുരന്തത്തിന്റെ തിക്തഫലങ്ങൾ മാറിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രദേശമെല്ലാം ഇങ്ങനെ കിടക്കുന്നതും ഇവിടെ കൃഷി ചെയ്യാനോ ഒന്നിനും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം കാലങ്ങളായിട്ട് സർക്കാരിന് മുമ്പിൽ ഇവർ അഭ്യർത്ഥനകളുമായിട്ടും അപേക്ഷകളുമായിട്ടൊക്കെ കാത്തു നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു അനുകൂല സമീപനം ഉണ്ടാകണം എന്ന അപേക്ഷയാണ് ഇവർക്കെല്ലാം മുൻപിൽ വെക്കാനുള്ളത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഉരുൾപൊട്ടലിൽ വലിയ ദുരിതാശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും പലതും നടപ്പാകാറില്ല എന്നതാണ് അനുഭവം. കുട്ടിക്കൽ ദുരന്തത്തിൽ തകർന്ന 2 പ്രധാന പാലങ്ങൾ ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. നിരവധി പ്രദേശവാസികളാണ് ഇതോടെ ദുരിതത്തിൽ തുടരുന്നത്. കുട്ടിക്കൽ ഉരുൾപൊട്ടൽ കാലത്ത് തകർന്ന ഇളങ്കാട് പാലമാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. വർഷം 3 ആകുമ്പോഴും ഇത് ഇതേ അവസ്ഥയിൽ തുടരുകയാണ്. അവിടെ വരെ പകുതി ഉണ്ടായിരുന്ന പാലം, അതിനകത്തൊരു പാലം വെച്ചാണ് പൊക്കൊണ്ട് നടന്നു പോകേണ്ടത്. നടക്കാൻ അത് ചെറിയ വണ്ടികളൊക്കെ പോകുമായിരുന്നു. അറിയാമെന്ന് കഴിഞ്ഞാൽ ബൈക്കൊക്കെ അതുവരെ പാലം പണിയുന്നതും വരെ അതങ്ങനെ തന്നെയായിരുന്നു. ദുരിതം ഇപ്പോഴും ദുരിതം തന്നെ ചിലവർക്ക്. ഇളങ്കാട് പാലം പൂർണ്ണമായും തകർന്നിരുന്നില്ല. ടാറിംഗ് ഉൾപ്പെടെ ഒലിച്ചു പോയിരുന്നു. അപകടശേഷവും ഇതിനു മുകളിൽ കൂടി വാഹനങ്ങൾ പോയിരുന്നതുമാണ്. എന്നാൽ പുനർനിർമ്മിക്കാൻ വേണ്ടി മുഴുവനായും പൊളിച്ചു കളയുകയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു. ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയ ഏന്തയാർ പാലത്തിന്റെ പണിയും കുറച്ച് കമ്പികളിൽ ഒതുങ്ങി. നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് 2ഇടങ്ങളിലും താൽക്കാലിക നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെയാണ് നിർമ്മാണം അല്പമെങ്കിലും അനങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. പാലം പോയിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലം ആകാറായി. നമുക്കൊരു സ്കൂളിൽ പോകണ പിള്ളേർ അപ്പുറത്തുനിന്ന് ഇപ്പുറം വരെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം കണ്ടില്ല, ഇച്ചിരി പണി നടന്നത്. ഇവരൊന്ന് പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ നാട്ടുകാർക്കും ഞങ്ങൾക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരു സഹായമായിരിക്കണം. ഞങ്ങൾക്ക് ഇളങ്കാട്ടിൽ നിന്ന് അപ്പുറം ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഇളങ്കാട്ടി ചുറ്റി വഴിയാണ് എല്ലാവരും പോകേണ്ടത്. അപ്പം ഇതൊന്ന് പെട്ടെന്ന് തീർത്തു വരുവാണെങ്കിൽ നല്ലുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്. പാലങ്ങൾക്കായി ഫണ്ട് അനുവദിക്കാനായെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു.
6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കും. ഇളങ്കാട് പാലങ്ങളുടെ ഒരു സാഹചര്യം നമുക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാനായിട്ട് സാധിച്ചു. പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇളങ്കാട് പാലത്തിന്റെ പണിയെ സംബന്ധിച്ച് ആറ്റിൽ ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തൽക്കാലം അവിടെ പണി നിർത്തിവെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോൾ ആണെങ്കിൽ പുനരാരംഭിക്കാനായിട്ട് കഴിയും. അവിടെ താൽക്കാലിക പാലം ഒരു വാഹന ഗതാഗതം സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് അതിനുള്ള ചർച്ചകളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. നമുക്ക് ഏതായാലും ഈ ഇളങ്കാട് പാലവും മുക്കുളം പാലവും ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇരുമ്പ് തൂണുകൾ പാലമാകുന്നത് കാത്തിരിക്കുകയാണ് ഏന്തയാർ നിവാസികൾ. ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടെങ്കിലും ഇത് വേഗത്തിൽ സാധ്യമാകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ഏന്തയാറിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഒളിമ്പിക്സ് വെള്ളി മെഡൽ പങ്കിടണം എന്നാവശ്യപ്പെട്ട് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്ക പരിഹാര കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. വിനേഷിനായി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഓൺലൈനായി ഹാജരായേക്കും എന്നാണ് റിപ്പോർട്ട്. പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. സീസണിലെ മികച്ച ദൂരമായ 89.45 മീറ്റർ കണ്ടെത്തിയാണ് നീരജിന്റെ വെള്ളി മെഡൽ നേട്ടം. പാകിസ്ഥാന്റെ അർഷാദ് നദീം ഒളിമ്പിക് റെക്കോർഡോടെയാണ് സ്വർണം നേടിയത്. രണ്ടാം ശ്രമത്തിൽ 92.97 മീറ്റർ കുറിച്ചാണ് നദീം നേട്ടം കുറിച്ചത്. നീരജിന്റെ രണ്ടാം ശ്രമം ഒഴികെ 5 ഏറുകളും ഫൗളായി. പാരീസിൽ വെള്ളി നേടിയതോടെ അത്ലറ്റിക്സിൽ തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ്. नहीं बिल्कुल, देखो कंट्री के लिए जब भी मेडल जीतते हैं उसकी खुशी तो होती है, लेकिन वही है कि पर्सनली मतलब मेडल की बात अलग है, लेकिन अब टाइम है इम्प्रूवमेंट करने का थ्रो में भी, और जो भी कुछ इंजरी वगैरह है जो चल रही हैं उन पे अभी काम करना है, और जो कमियां हैं उनको सुधारेंगे, टीम के साथ बैठ के बात करेंगे. और अच्छा रहा है टोटली. अगर ऑल ओवर देखें तो अपनी इंडिया की परफॉर्मेंस अच्छी रही है. टोक्यो के साथ वही गोल्ड या ब्रोंज सिल्वर उन पे कंपेयर ना करें. इस बार जो एथलीट खेल रहे हैं बहुत ही मन से खेल रहे हैं, दिल से खेल रहे हैं, और ऑल ओवर परफॉर्मेंस सही रही है. ऐसे ही चेंजेस आते हैं, जरूरी नहीं है कि हर बार हमारे मेडल बढ़ते जाएं. कभी ना कभी वो टक्कर भी देते हैं, थोड़े से उससे चूक जाते हैं, लेकिन आने वाले टाइम में ये साइन है कि ऐसे ही और ज्यादा मेडल बढ़ेंगे हमारे. പ്രവാസ ജീവിതത്തിനിടയിലും ചിത്രകലയോടുള്ള അഭിരുചി കൈവിടാതെ പത്തനംതിട്ട പന്തളം സ്വദേശി രതീഷ് കാർത്തിക. വിവിധ പോർട്രേറ്റുകൾക്കൊപ്പം ശിവനും കൃഷ്ണനും ഡോറയും വരെ രതീഷിന്റെ ചിത്രശേഖരത്തിൽ ഉണ്ട്. ഈ മനോഹര കാഴ്ചയോടെ ഇന്നത്തെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. സമയങ്ങളിൽ രതീഷ് വരച്ച ചിത്രങ്ങളാണിവ. ചെറുപ്പം മുതലേ ചിത്രകലയിൽ അഭിരുചി ഉണ്ടായിരുന്നുവെങ്കിലും ശാസ്ത്രീയമായി ചിത്രരചന പഠിച്ചിട്ടില്ല. ജന്മസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. വളരെ ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരച്ച് തുടങ്ങിയ ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതലേ അതിലും കുറച്ച് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ പല അംഗീകാരങ്ങളും ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. തുടർന്ന് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടതുകൊണ്ട് അവിടെയുള്ള വരകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതുകൊണ്ടൊരു നേട്ടം എനിക്കുണ്ടാക്കിയിട്ടില്ല. ചിത്രകല കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയ ആ രീതികളിൽ കൂടിയാണ് ഞാനിപ്പോൾ എൻ്റെ ചിത്രങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒമാൻ സുൽത്താനായിരുന്ന ഗബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദിന്റെ ചിത്രം വരച്ചു നൽകിയതിന് ഒമാൻ പെട്രോളിയം ഡെവലപ്മെന്റിന്റെ അംഗീകാരം രതീഷ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് ചിത്രരചന നടത്താൻ പ്രേരണയെന്ന് രതീഷ് പറയുന്നു. തുടക്കത്തിൽ ഞാൻ ഒരുപാട് കളർ ഉപയോഗിക്കും. വാട്ടർ കളർ ഉൾപ്പെടെ സകല അബ്സ്ട്രാക്റ്റഡ് മെത്തേഡും ഒരുപാട് മെത്തേഡിലുള്ള കളറുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഞാനത് എല്ലാം ജോലി സ്ഥലത്തെ പരിമിതികൾ കാരണം ഇപ്പോൾ ഒരു കളറിൽ ഓയിൽ പെയിന്റിൽ മാത്രം ഞാനിപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. വാട്ടർ കളറും ഓയിൽ പെയിന്റിങ്ങും ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്.
രവിവർമ്മ ചിത്രങ്ങളുടെ ആരാധകനായ രതീഷിന് സ്വന്തം ചിത്രങ്ങൾ വച്ചൊരു ചിത്രപ്രദർശനം നടത്തണമെന്നാണ് ആഗ്രഹം. ന്യൂസ് 18 പത്തനംതിട്ട.